SMS മെഡിറ്റേഷൻ വഴി എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാനത് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവകണം എങ്ങനെയാണ് നമ്മുടെ ജീവകണം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ത്രൂ കാലചക്ര വഴി എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് നമുക്ക് ജീവൻ ലഭിക്കുക, നമ്മുടെ ബോഡി എങ്ങനെയാണ് നമുക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നത്. അതിൽ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവഗണം എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ജീവഗണം ഉത്ഭവിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മതലത്തിൽ പോയാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. സൂക്ഷ്മതലത്തിൽ ഏറ്റവും അറ്റ് ദ എക്സ്ട്രീം എൻഡിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വൈബ്രേഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ആ വൈബ്രേഷൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ചിന്ത വേണം. അപ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ഒരു പ്യൂർ ചിന്ത എന്ന് പറയാം, ഒരു പ്യൂർ ഹയർ കോൺഷ്യസ്നെസ് എന്ന് പറയാം. നമ്മളെ വൈദ്യുതി ജലം എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങളിലൊന്നായ ജലത്തെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവഗണം നമ്മുടെ ഹയർ കോൺഷ്യസ്നസ് ചിന്തയിൽ ഉത്ഭവിച്ചിട്ട് നമ്മുടെ ആ ജീവഗണമാണ് കോൺഷ്യൻസ് വഴി നമ്മുടെ മനസാക്ഷി വഴി നമ്മുടെ ബോഡിയിലേക്ക് പോവുക. നമ്മുടെ നാഭി വഴി നട്ടലിൻ്റെ ആ എൻഡ് മുതൽ മുകളിലേക്ക് ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നമ്മുടെ പരബ്രഹ്മം, നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ചൈതന്യം, അത് നമ്മുടെ നെഞ്ചിൻ്റെ മധ്യത്തായിട്ട് അനുഭവവേദ്യമാകും മെഡിറ്റേഷനിൽ. ആ പരബ്രഹ്മത്തിൽ നിന്നും വരുന്ന ജീവഗണം കാലചക്രത്തിൻ്റെ മുനമ്പിലൂടെ ഓരോ ചക്രങ്ങൾ വഴി കറങ്ങി തിരിഞ്ഞ് ഈ സെൻട്രൽ ഒരു ടണലുണ്ടാകും. ആ ടണൽ വഴി നമുക്ക് ധ്യാനത്തിൽ പരബ്രഹ്മത്തിൽ എത്തിച്ചേരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാലചക്രങ്ങൾ വഴി റൊട്ടേറ്റ് ചെയ്ത് അവസാനമായിരിക്കും പരബ്രഹ്മത്തിൽ എത്തുക. പക്ഷേ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവഗണത്തിന് പ്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് കാലചക്രം വഴി കറങ്ങേണ്ടി വരും. ഈ ധ്യാന മാർഗത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഹയർ കോൺഷ്യസ്നെസ്സിനെ അപ്രോച്ച് ചെയ്യാൻ ഈ ഒരു ചക്രത്തിലൂടെ പോകേണ്ട ആവശ്യമില്ല. നേരെ ത്രൂ സെൻട്രൽ ടണൽ വഴി നമുക്ക് പരബ്രഹ്മത്തിൻ്റെ സെൻറ്ററിൽ എത്തുകയും അതുവഴി ഹയർ കോൺഷ്യസ്നെസ്സിൽ എത്തുകയും ചെയ്യാം. ഇത് ഞാൻ കണ്ട എക്സ്ട്രീം എൻഡിലുള്ള ഒരു യൂണിവേഴ്സലിൻ്റെ എക്സ്ട്രീം എൻഡിലുള്ള ഒരു ഗ്രഹത്തിൻ്റെ പരബ്രഹ്മമാണ്. അപ്പോൾ ഭൂമി ദേവിക്ക് പരബ്രഹ്മമുണ്ട്, അതുപോലെ ചന്ദ്രദേവന് പരബ്രഹ്മമുണ്ട്, സൂര്യദേവനുണ്ട്. അപ്പോൾ ഈ പരബ്രഹ്മത്തിന് 2 റിങ്സ് ഉണ്ട്. ആ റിങ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ ഭൂമി ദേവിക്ക് ഒരു റൊട്ടേഷൻ ഉണ്ടാവും. ഭൂമി ദേവി സൂര്യദേവനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഒരു റിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലെ വേറൊരു റിങ് ഭൂമിക്ക് രണ്ടാമത്തെ ഒരു റിങ് ഉണ്ട്. അത് ഭൂമിയുടെ റൊട്ടേഷനാണ് കാണിക്കുക. ഇത് നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ ഹയർ കോൺഷ്യസ്നസ്, മനസാക്ഷി, ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന പിക്ചറാണ് ഇത്. പരബ്രഹ്മ ഭൂമി ദേവിയുടെ പരബ്രഹ്മമാണ്. 2 റിങ്, നേരത്തെ പറഞ്ഞതുപോലെ 2 റിങ് ഉണ്ട്. ഇതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചാണ് അതിൻ്റെ പരബ്രഹ്മത്തെ റൊട്ടേറ്റ് ചെയ്യുന്നതും അത് ഭൂമി സ്വയം തിരിയുന്നതും മനസ്സിലാക്കാൻ സാധിക്കുക. പ്ലൂട്ടോയുടെ റൊട്ടേഷനാണ്, ആ പരബ്രഹ്മത്തിൻ്റെ റൊട്ടേഷനാണിത്. ഈ 2 റിങ്ങും പ്ലൂട്ടോയുടേതെന്ന് പറയുമ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം വലുതായിട്ട് ഹയർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതും ഒരെണ്ണം ലോവർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുമാണ്. ഹയർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ റൊട്ടേഷനും ലോവർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് സൂര്യനെ റൊട്ടേറ്റ് ചെയ്യുന്നതുമാണ് പ്രതിദാനം ചെയ്യുന്നത്. നമ്മളെ മനസാക്ഷി തലത്തിൽ നിന്ന് വരുന്ന ജീവകണം നമ്മുടെ നമ്മുടെ ബുദ്ധിക്കുള്ളിലെ ഹയർ കോൺഷ്യസ്നെസ്സുമായി എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു കാണിക്കുന്ന പിക്ചറാണ്. നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഹയർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുക. നമ്മുടെ ബുദ്ധിതലം, നമ്മുടെ ഈ ബോഡി തന്നെ നമ്മുടെ ബുദ്ധി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നമ്മുടെ മനസ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് വിത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ്. വിത്ത് എങ്ങനെ ഉണ്ടായി അത് വൃക്ഷമായി എങ്ങനെ വളർന്നു എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുകയും ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഭൂമിയുടെ കോൺഷ്യസ്നെസ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കോൺഷ്യൻസ് എന്ന് വെച്ചാൽ മനസാക്ഷി വന്ന്
ഭൂമിയുടെ കോൺഷ്യസ്നെസ്സും യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായി കണക്റ്റായിട്ട് വിത്ത് രൂപപ്പെടുകയും വിത്ത് എങ്ങനെ മരമായി വളർന്നു എന്ന് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഭൂമിയുടെ കോൺഷ്യസ്നെസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് വൃക്ഷമായി വളരുന്നു. ഇത് മെഡിറ്റേഷനിൽ ഞാൻ കണ്ട സിമ്പിൾസാണ്, ഓരോ ദേവി ദേവന്മാരുടെ സിമ്പിൾസ്. എനർജി ഫ്ലോ കാണിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ കോയിലിൻ്റെ ഒരു രീതിയിലാണ് എനർജി ഫ്ലോ വരിക. ഇത് പ്രാപഞ്ചിക ലോകം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സൗണ്ട് വേവ്സ് ഇതുപോലെ ആയിരിക്കും ആ ലോകങ്ങളിൽ സൗണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇത് നമ്മുടെ സ്കള്ളാണ്. ഇവിടെ ഞാൻ പ്രാപഞ്ചിക ലോകം എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് പ്രാപഞ്ചിക ലോകം. ഇത് മൈൻഡാണ്, നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ നമ്മുടെ രണ്ട് മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ, വലത് ആൻഡ് ഇടത്, ആ ഒരു ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രപഞ്ച മൈൻഡും പ്രചണ്ഡ മൈൻഡും തമ്മിൽ കണക്ട് ചെയ്തിട്ട് പ്രാപഞ്ചിക ലോകം, നമ്മുടെ ബുദ്ധി ക്രിയേറ്റ് ചെയ്യുന്ന പ്രാപഞ്ചിക ലോകത്ത് ഒരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രാപഞ്ചിക മൈൻഡാണ്. ഇവിടെ ക്രോധം, ശാന്തത, ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ലോകമാണിത്. നമ്മുടെ തേർഡ് ഐ വഴി വരുന്ന വിഷൻസ് നമുക്ക് ഈ ലോകങ്ങൾ വഴി പോകുന്ന സമയത്ത് ഈ അതിലുള്ള തരംഗങ്ങൾ ഡിസ്ട്രാക്റ്റായി പോകുന്നു. പക്ഷേ നമ്മൾ തേർഡ് ഐയിൽ നമ്മൾ കാണുന്ന ലോകങ്ങളിൽ ഈ ഒരു തരംഗങ്ങൾ ഡിസ്ട്രാക്റ്റായി പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സൂക്ഷ്മതലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. തേർഡ് ഐയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഈ കാണിച്ചത് ഞാൻ നേരത്തെ കാണിച്ച പിക്ചറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിതലം പുറമെ, നമ്മുടെ ബുദ്ധിതലം വിത്ത് ഹയർ കോൺഷ്യസ്നെസ്സിൻ്റെ ബുദ്ധിതലമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചിപ്പ് കണക്ഷനാണ്. അത് 9 ബുദ്ധികളുണ്ട് അതിന്. നമ്മുടെ ബുദ്ധി ശുദ്ധബുദ്ധിയുണ്ട്, അധമ ബുദ്ധി, വക്രബുദ്ധി, വിശുദ്ധി, കാമിൻ്റെ ബുദ്ധി, പിന്നെ പരിശുദ്ധ ബുദ്ധി, ആങ്കർ ബുദ്ധി, ഗ്രീഡ്, ബിട്രയൽ. അപ്പോൾ ഇങ്ങനത്തെ 9 ബുദ്ധികളിൽ ഇതിൽ കാം ബുദ്ധിയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. കാം ബുദ്ധിയിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സൂക്ഷ്മലോക പരബ്രഹ്മത്തിൽ, ദാറ്റ് മീൻസ് ഹയർ കോൺഷ്യസ്നെസ്സിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും നമ്മുടെ ഈ തേർഡ് ഡയമെൻഷനിൽ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ വരാൻ പോകുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും. നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ എത്തിയാലേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതൊരു ഡാർക്ക് ചേമ്പറാണ്. ആ ഡാർക്ക് ചേമ്പറിൻ്റെ ഉള്ളിൽ പലതരം ബുദ്ധികളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അത് ഡീവിയേറ്റ് ആയി പോകും. നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രമേ അതുവഴി സെൻട്രൽ ലൈൻ വഴി നമുക്ക് പരബ്രഹ്മത്തിൽ, സൂക്ഷ്മലോകത്തിൻ്റെ പരബ്രഹ്മത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ധ്യാനമാർഗം തന്നെയാണ് ശ്രേഷ്ഠം. അപ്പോൾ നമ്മുടെ ഋഷിവര്യന്മാർ ധ്യാനത്തിൻ്റെ ശ്രേഷ്ഠത എന്തുകൊണ്ട് എന്ന് പറഞ്ഞു തന്നതിൻ്റെ റീസൺ ഇതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പടം വരയ്ക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാറുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വഴി നമുക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ സാധിക്കും. അത് ധ്യാനത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ശ്രീകൃഷ്ണനും രാധാദേവിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സംഭാഷണത്തിൽ ഭഗവാൻ പറയുകയുണ്ടായി, രാധ, ഈ കാണുന്നതെല്ലാം മായയാണ്. നമ്മൾ തേർഡ് ഡയമെൻഷനിൽ കാണുന്നതെല്ലാം മായയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശരീരം അത് തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു വസ്തുവും പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശരീരവും പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഞാൻ കാണുന്നത് ആയിരിക്കില്ല വേറൊരു ജീവജാലം കാണുന്നത്. അവരുടെ കാഴ്ചശക്തിക്കനുസരിച്ച് അതിനനുസരിച്ചായിരിക്കും ആ രൂപം മാറി വരിക. ഇതിനെല്ലാം ആധാരം നമ്മുടെ ജീവഗണമാണ്. ജീവഗണത്തിന് പ്രകാശമുണ്ട്. അതുപോലെ തന്നെ അന്ധകാരത്തിലും ജീവഗണം അത് കാണുന്നത് ഡാർക്ക് മാറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതും അന്ധകാരം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ അന്ധകാരം പുറപ്പെടുവിക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് ശാന്തതയിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടാനും അതുവഴി ജീവഗണം പോകുന്ന സമയത്ത് അത് ദൃശ്യപ്പെടുകയും ചെയ്യുന്നു, അദൃശ്യമാവുകയും ചെയ്യുന്നു. ഈ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു നിശ്ചിത തലത്തിലുള്ള ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്ന സമയത്താണ്. അതൊരു ഹോളോ പൈപ്പ് പോലെ
നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് വഴി ഈ നമ്മുടെ ജീവകണം പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സൗണ്ടാണ് ഓം എന്ന് പറയുക. ആ ജീവകണത്തിൻ്റെ ആ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പോകുന്ന സമയത്ത് അത് നമുക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഓം എന്ന് പറയുന്ന ആ ഒരു ശബ്ദം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എൻ്റെ സൂക്ഷ്മ ശരീരമാണ്. ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രകടമായിട്ടുള്ള എൻ്റെ സൂക്ഷ്മ ശരീരമാണ്. എനിക്ക് ഒരുപാട് ദേവീദേവന്മാരുടെ കടാക്ഷങ്ങൾ കിട്ടി. അതിലെല്ലാം വരയ്ക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ കുറച്ച് വരച്ച് വച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയും ശിവഭഗവാന്റെയും അതേ രൂപത്തിൽ രണ്ടും ചേർന്നിട്ടുള്ള ഒരു രൂപമായിട്ടാണ് ഞാൻ കണ്ടത്. അതിൽ സൂര്യഭഗവാൻ തന്ന സൂര്യ തേജസ്, കവചം, അതുപോലെ തന്നെ ശിവഭഗവാന്റെ നാഗം, വിശുദ്ധി തലത്തിൽ ലഭിച്ച വിശുദ്ധിയുടെ മുടി, അതുപോലെ ഹനുമാൻ സ്വാമി തന്ന കിരീടം, ചന്ദ്രകല, ചന്ദ്രദേവൻ തന്ന അശ്വം തരികയുണ്ടായി. സൂര്യഭഗവാന്റെ യാഗാശ്വം തരികയുണ്ടായി. ഒരുപാട് പറഞ്ഞാൽ കുറച്ച് എണ്ണങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ കണ്ട എൻ്റെ സൂക്ഷ്മ ശരീരം. ഇത് ഒരു മനുഷ്യനിലെ എങ്ങനെയാണ് അവൻ്റെ ലോകം, ഇതൊരു ജസ്റ്റ് സർക്കിളല്ല. ഇത് പറയുന്നത് നമുക്കൊരു ഗർഭപാത്രം എന്ന് പറയാം. ഞാൻ നിൽക്കുന്നത് ഒരു ഗർഭപാത്രത്തിലാണ്. ഞാൻ കാണുന്നത് എവിടെയാണോ അവിടെയാണ് എൻ്റെ മനസ്സ് എൻ്റെ ആവുക. ഞാൻ മുകളിലോട്ട് നോക്കുമ്പോൾ ആകാശം കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കാഴ്ച എത്തുന്നതോടെ അവിടം വരെ ഞാൻ കാണുന്നുണ്ട്. അതാണ് എൻ്റെ ലോകം, എൻ്റെ മനസ്സ്. ഞാനത് എന്ത് ഗ്രഹിക്കുന്നു അതായിരിക്കും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കുക. അതാണ് ഈ ഒരു വൂംബ് പോലെ കാണുന്നത്, ഗർഭപാത്രം പോലെ. അതിലേക്ക് ഹയർ കോൺഷ്യസ്നെസ്, അതിൽ നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺഷ്യൻസ്, മനസാക്ഷിയിൽ നിന്നും വരുന്ന ആ തലം, അത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അഗ്രത്തിൽ നിന്നും അവിടെ നിന്നും എനർജി ക്രിയേറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയിട്ട് മുകളിലുള്ള ഞാൻ നേരത്തെ കാണിച്ച ഹയർ കോൺഷ്യസ്നെസ്സിൻ്റെ തലം അവിടെ എത്തുകയും അവിടെ നിന്ന് നമുക്ക് പ്രപഞ്ചബുദ്ധിയിലേക്ക് അപ്രോച്ച് ചെയ്യാനും സാധിക്കും. ഇത് പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. ഈ പ്യുവർ കോൺഷ്യസ്നെസ് ആണ് നമുക്ക് കോശങ്ങൾ ജനറേറ്റ് ആകാനുള്ള ബുദ്ധി തരുന്നത്. ബുദ്ധി മീൻസ് മനസ്സ്, ആ ബുദ്ധി തരുന്നത്. ഇത് ഞാൻ ഈ എനർജി ഫ്ലോ വരച്ച സമയത്ത് ക്രിയേറ്റായി വന്ന ഒരു ഡയഗ്രാമാണ്. ഇത് 3 phase സപ്ലൈയുടെ ഒരു ഡയഗ്രമാണ്. ഇത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വരച്ചതിന് ശേഷം എൻ്റെ സുഹൃത്തായ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ അടുത്ത് കാണിച്ചപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇതൊരു ഇലക്ട്രിക്കൽ സപ്ലൈ പോലെയാണ് എന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പല പല രഹസ്യങ്ങളും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ഞാൻ ഒരു മനസ്സിലുള്ള ഒന്നിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൽ കണ്ട ഒരു ഏലിയൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സൈഡ് വ്യൂവിൽ കാണുന്ന സമയത്ത് ഇത് ഒരു നേർരേഖ പോലെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഡയമെൻഷൻ ചേഞ്ചാണ് അത് കാണിക്കുന്നത്. ഇത് നേരെ ടോപ്പിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡോട്ട് ഇട്ടതുപോലെ കാണാൻ പറ്റത്തുള്ളൂ, ഒരു കുഞ്ഞു ഡോട്ട്. ആൻഡ്രോമീഡ ഗാലക്സിയുടെ ഒരു രൂപരേഖയാണ്. ഇതിൽ ബ്ലാക്ക് ഹോള്, ആൻഡ്രോമീഡ ഗാലക്സിയിലുള്ള ബ്ലാക്ക് ഹോള് താഴേക്ക് ഷിഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. മിൽക്കി വേ ഗാലക്സിയുടെ ബ്ലാക്ക് ഹോള്, മിൽക്കി വേ ഗാലക്സിയുടെ ചുറ്റും വെളുത്ത പുകയാണ് ഞാൻ കണ്ടത്. ആ വെളുത്ത പുക അത് ജീവകണങ്ങളുടെ കൂട്ടമാണ് അവിടെ. ആ ജീവകണങ്ങൾ 6th ഡയമെൻഷനിൽ നിന്ന് 7th ഡയമെൻഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്കൊരു ജസ്റ്റ് ലൈക്ക് ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പേപ്പറിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ഈ വഴി കാണാൻ പറ്റും. ഈ ഒരു പേപ്പറും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് നേരെ തിരിച്ച് ഞാൻ ഈ സൈഡിൽ വഴി കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഹോള് ദൃശ്യമാവില്ല. എനിക്കിനി ഇമാജിൻ ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതുവഴി എന്തെങ്കിലും എനർജി ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. ഞാൻ ഈ കാണുന്നതായിരിക്കില്ല ഇങ്ങനെ കാണുക പേജ് മറിക്കുന്ന സമയത്ത്. സെയിം അതുപോലെയാണ് സ്പേസിൽ നമുക്ക് കാണാൻ പറ്റുക. സെയിം അതുപോലെയാണ് നമുക്ക് ഉള്ളിലും കാണാൻ പറ്റുക, നമ്മുടെ ഉള്ളിലും.
അപ്പം നമുക്ക് പുറമെ എന്തുണ്ടോ അത് തന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാലും അറിയാൻ പറ്റും. പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നോ അത് നമുക്ക് ഉള്ളിൽ നിന്ന്, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ഇതൊരു പ്ലാനറ്റാണ്. ആ പ്ലാനറ്റ് അതിൻ്റെ ഹെഡ് കട്ട് ചെയ്ത പോലെയാണ് കണ്ടത് ഞാൻ. പിന്നെ ജമദഗ്നി മഹർഷിയുടെ പ്ലാനറ്റ്, അതൊരു ഒരുപാട് നമ്മളെ ഭൂമിയെ പോലെ തന്നെ ഒരുപാട് ഭൂമി ഉണ്ട്, അത് വേറെ ഡയമെൻഷൻസിലാണ്. അപ്പോൾ ആ ഒരു ഡയമെൻഷനിലാണ് ജമദഗ്നി മഹർഷിയുടെ ഒരു പ്ലാനറ്റ് ഞാൻ കണ്ടത്. അതൊരു ഒരു മാല കോർത്ത് പോലെ ഒരു പ്രതീതി, ജസ്റ്റ് ലൈക്ക് രുദ്രാക്ഷം നമ്മൾ ഇടുന്നത് എങ്ങനെയാണോ സെയിം അതുപോലെയാണ് കണ്ടത്. പിന്നെ കൽപ്പകവൃക്ഷം ഞാൻ നർത്തകി രൂപത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒഴിവാക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ സെൽസ് ഉണ്ടാവും. സെൽസിന് 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുണ്ട്. നമുക്ക് കാണുന്നതും നമ്മൾ കാണുന്ന കണ്ണിലും സെൽസ് ഉണ്ട്, നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലും സെൽസ് ഉണ്ട്. ആ സെൽസിന് ഉള്ള കഴിവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്യും. നമ്മൾ ഈ കാണുന്നതും നമ്മൾ ഓരോ ടച്ച്, ഫീല്, സ്മെല്ല്, ഇതെല്ലാം അറിവുകളാണ്. ഈ അറിവുകൾ ഈ സെൽസുകൾ ശേഖരിച്ച് വയ്ക്കുന്നുണ്ട്. മനുഷ്യന് ആ ഒരു കഴിവുണ്ട്, അതുപോലെ തന്നെയാണ് ആനിമൽസിനും ഈ കഴിവുണ്ട്. ആനിമൽസ് ശേഖരിച്ച് വച്ചിരിക്കുന്ന ആ മെമ്മറീസ്, അത് നമുക്കൊരു ബഞ്ച് ഓഫ് മെമ്മറീസ് എന്ന് തന്നെ പറയാം. മീറ്റ് ആകുമ്പോൾ സെല്ലുണ്ടാവും അതിൽ, അതെന്തായാലും ഷുവറാണ്. അപ്പോൾ ആ പീസ് ഓഫ് മീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ പീസ് ഓഫ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് എന്ന് പറയും. ആ ഇൻഫർമേഷനാണ് നമ്മൾ കഴിക്കുന്നത്. ആ കഴിക്കുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻസ് നമ്മുടെ സെല്ല് അബ്സോർബ് ചെയ്യുകയും അത് നമ്മുടെ ഉള്ളിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അത് പിന്നെ നമ്മുടെ ഭാഗമാവുന്നു. നമ്മുടെ മെമ്മറീസ് നമ്മൾ എരിച്ച് കളയാൻ നമുക്കറിയില്ല. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ മെമ്മറീസ് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വഭാവം നമുക്ക് വരും. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും നമുക്ക് വരിക. അതാണ് പിന്നെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരിക. നമ്മൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ബുദ്ധി ആണ് തലച്ചോറിന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് കറക്റ്റ് ആയിരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ബുദ്ധി എങ്ങനെ പറയുന്നു അതുപോലെയാണ് തലച്ചോറ് പ്രോഗ്രാമിംഗ് നടക്കുന്നത്. അതുപോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. തലച്ചോറ് എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തികളും. ആ പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ജീവഗണം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഇന്ധനം. ആ ജീവഗണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജീവഗണത്തിൻ്റെ ഫ്ലോ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവൻ മുന്നോട്ട് പോവുക. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അവർ ജസ്റ്റ് ലൈക്ക് നമ്മുടെ ജോമെട്രിയിലുള്ള ഓരോ സിമ്പിൾസ് എടുത്തിട്ടാണ് അവർ ഓരോ അക്ഷരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ മെഡിറ്റേഷനിൽ കണ്ടതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളും ഉണ്ട്, 2 ലൈനും ഉണ്ട്. ഈ 2 ലൈനും ജോയിൻ ചെയ്യിപ്പിച്ചാണ് അവർ അത് എ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ അവർ ചെയ്തിരിക്കുന്നത് ഓം എന്ന് പറഞ്ഞ് നമ്മുടെ ആ ശബ്ദം അത് പല ഫ്രീക്വൻസിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഉപയോഗിച്ചിരിക്കുകയാണ്.